ഹലോ ഗൈസ്, സാൻബിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു വീക്കെൻഡ് ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്. ഇന്ന് ഞങ്ങൾക്ക് ഓഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട് പൂട്ടി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് വാക്കുണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഞങ്ങൾ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ പയ്യെ അങ്ങ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലനെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന പോലെ ഉണ്ട് കാണാൻ. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റും. നമ്മൾ നടന്ന് ഏകദേശം സ്ഥലത്തെത്താറായി. സമ്മർ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ക്ലൈമറ്റ് ബെറ്ററാണ്. ഇതിൻ്റെ കുടമസ്റ്റർ കണ്ടാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് നടക്കാനുണ്ടാവും അല്ലേ? 50 മിനിറ്റ്സ്. ആലോചിക്കാം. അതൊരു ഇൻട്രോവേർട്ടാണ്. അധികം ക്യാമറയിൽ വരില്ല. അതൊരു ഇൻട്രോവേർട്ടാണ്. ഇരിക്കുന്നത് ചെത് നോക്കിയിട്ട് അതൊരു ഇൻട്രോവേർട്ടാണ്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പം അതുകൊണ്ട് എന്താണ് രണ്ടും കൂടെ മിക്സ് ആയത്. അതിൻ്റെ ഒരു സാധനമുണ്ട്. എൻ്റെ പേരെന്താ? ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതാണ് നീ കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു. പേരെനിക്കറിയില്ല. അതാണ് നീ എന്നാണ് നീ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ അടുത്ത് നല്ല കഴിവുള്ള വ്യക്തിയാണ്. നല്ല കഴിവുണ്ട്, പാട്ട് പാടാൻ കഴിവുണ്ട്, കഥ പറയാൻ കഴിവുണ്ട്, ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്. ഇതൊക്കെ കഴിവുകളല്ലേ? എന്താ എന്ത് വാക്കാ അവൻ പറഞ്ഞ ഞാൻ കേട്ടില്ല. അതാണ് നമ്മൾ പോകുന്ന ഷോപ്പ്. അവിടെ ആക്ച്വലി ഒരുപാട് കടകള്. പേടിപ്പിക്കാതെ വാ വാ. അപ്പോൾ ഇവിടെ ഒരുപാട് ഇതൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ഒരുപാട് എന്താ പറയുക, JDയുടെ കടയും നെക്സ്റ്റ് PC കറീസ് ഇലക്ട്രോണിക്സിൻ്റെ കട. അവിടെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ നല്ല കാലാവസ്ഥയാണ്, നല്ല തിരക്കുമാണ്. എനിക്ക് വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തിരക്കുണ്ടെന്ന്. ഇപ്പോൾ ഗൈസ് നമ്മൾ PC കറിയിട്ടാണ് ആദ്യം പോണത്. എനിക്കൊരു PS5 Pro മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു PS5 Pro സർപ്രൈസ് ആയിട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, PC കറീസിന് തൊട്ടപ്പുറമുള്ള സൂപ്പർ ട്രക്സിനാണ് നമ്മൾ പോകുന്നത്. സർപ്രൈസ് വേറൊരു ദിവസം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതാണ് PC കറി. ഇവിടെ
നിന്നാണ് മോസ്റ്റ്ലി ഞാൻ ഇലക്ട്രോണിക് സാധനങ്ങൾ എടുക്കാറുള്ളത്. എനിക്കിവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ. നമ്മളിത് സൂപ്പർ ട്രക്കിലായിട്ട് പോവുകയാണ്. വൈഫിന് കുറച്ച് പർച്ചേസിങ് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ ട്രക്കിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വിചാരിച്ചു. ബാസ്ക്കറ്റിൻ്റെ ആവശ്യമുണ്ട് 2 ഷാമ്പു മേടിക്കാൻ. എങ്ങനെ ഇനി ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ മേലെ എടുക്കാറുണ്ട് സാധാരണ. ഇന്നിപ്പോൾ എത്രയാവുമെന്ന് അറിയില്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബോഡി സ്പ്രേ. എന്നാൽ ക്ലിയറൻസിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. നമുക്ക് നമ്മൾ മേടിച്ച സെയിം സാധനം, പക്ഷേ ഇത് ഡാമേജ്ഡാണ്. ഞാൻ ഡാമേജ്ഡായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. എല്ലാം ഫസ്റ്റ് ക്ലാസ് ഉപയോഗിക്കാറുള്ളൂ. ഫസ്റ്റ് കോപ്പി. അത് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ക്ലിയറൻസിൽ തന്നെയാണ് എടുക്കുന്ന സാധനങ്ങൾ. അല്ല, ക്ലിയറൻസിലാണെങ്കിലും നമുക്ക് നല്ല സാധനം കിട്ടും. നല്ല സാധനത്തിന് 15 പോകുന്നു. അത് ഡെമോ വെച്ചേക്കണല്ലോ കേട്ടോ. എനിക്കറിയാം. അലനും എന്തൊക്കെ സാധനങ്ങൾ നോക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ. ഇവിടെ ഇഷ്ടംമാതിരി ഹൈ ക്വാളിറ്റി സാധനങ്ങളുണ്ടെന്നാണ് എൻ്റെ വൈഫ് പറയണത്. എനിക്കറിയാൻ പാടില്ല. ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും, ബട്ട് ഹൈ പ്രൈസ് കൊടുക്കണം. ഹൈ പ്രൈസ് കൊടുക്കണം എന്നാണ് പറയണത്. ഇവിടെ നല്ലൊരു ഹെയർ മാസ്ക് എടുക്കും. നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അന്ന് മേടിച്ച ഹെയർ മാസ്ക് ഏതിൻ്റെ? നമ്മൾ നാട്ടിൽ നിന്ന് മേടിച്ചത്. മൊറോക്കൻ ആർഗനോ വലുത് മതി. ഇത് ഞങ്ങൾ ഒരു ഹെയർ മാസ്ക് മേടിച്ചാണ്. മറ്റേ ആർഗനോവിൻ്റെ ആണ്. ഇതിൻ്റെ കമ്പനിയുടെ പേരിനാണത്. ഇത് ഹെർബൽ എസൻസ്. ഹെർബൽ എസൻസ്. ഹെർബൽ എസൻസിൻ്റെ തന്നെ പലതും ഉണ്ട്. പെട്ടിയിൽ വലിയ പെട്ടിയിൽ 2 സാധനം. ഹെർബൽ എസൻസ് നല്ലൊരു കമ്പനിയാണ്. ഇങ്ങനെ മേടിക്കാറുള്ളത് നമ്മൾ മൈൻഡിലൊന്നുമില്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ കളവ് എടുത്തു. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം കാശില്ല എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഇതെല്ലാം ഓരോരോ ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് ഇരിക്കണേ. കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാടുണ്ട്. പ്യുവർ സോളിൻ്റെ ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നുമില്ല അവർക്ക്, ബട്ട് സ്റ്റിൽ അവർക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ആ ടെസ്റ്റർ വെച്ചിട്ടുണ്ട് അവരെൻ്റെ ഫ്രണ്ടിൽ. ഇതൊക്കെ കൊറിയൻ മേക്കപ്പാണ് ആൻഡ് കൊറിയൻ സ്കിൻ കെയർ. കൈ പിടിച്ചാൽ മതി. വൈഫ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതിൻ്റെ അകത്ത് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ക്ഷമക്കുറവുള്ളതുകൊണ്ട് ഞങ്ങളത് പുറത്തേട്ടും ഇറങ്ങി. ഈ സൈഡിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫുൾ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. ലൈക്ക് ആ സൈഡിൽ നമ്മൾ സ്കിൻ കെയർ ആണെങ്കിൽ ഇവിടെ ഫുൾ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. രണ്ടുപേര് പോസ്റ്റാണ് ഇവിടെ. ചുമ്മാ വെച്ച് നോക്കണം. ചുമ്മാ നോക്കണോ? പുള്ളി പറഞ്ഞ ഇവിടെ സെലക്ഷൻ ഇല്ലാതാണ്. ഗ്ലാസ് ഉപയോഗിക്കാറില്ല. ഞാൻ ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കാറില്ല. ഈ ഇട്ടേക്കണ ഷൂ ആയിട്ട് സെക്കൻഡ് കോപ്പി എന്നിട്ട് അവൻ പറയണ കോളനി എന്ന് പറഞ്ഞപ്പോൾ ന്യൂ ബാലൻസിന്റെ ഓർജിനൽ. ന്യൂ ബാലൻസ് ഓർജില്ല. ന്യൂ ബാലൻസ് എന്നാണ് വേറെ വല്ലതാണെന്ന് അറിയില്ല. ഹലോ ഗൈസ്, അപ്പോൾ സൂപ്പർ ട്രക്സിൽ നിങ്ങൾക്ക് സൂപ്പർ ട്രക്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഓർമ്മ മേടിച്ചാൽ 2ാമത് ഓർമ്മ മേടിക്കുകയാണെങ്കിൽ ഹാഫ് പ്രൈസിന് കിട്ടുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് അങ്ങനെ തന്നെയാണ്. അത് ഞാൻ ഇതിലിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ഞാൻ കണ്ടില്ലേ അവസാനം ഷോപ്പിംഗ് കഴിഞ്ഞ് ഇതേ പേ ചെയ്യാൻ പോകുന്നു ഗൈസ്. ഒരു 3/4 മണിക്കൂറിന് ശേഷം ഇതേ ഗൈസ് അവസാനം ഒരു 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ ഭാര്യ ആകെ എടുത്തത് 3 സാധനം പേ ചെയ്യാൻ പോയേക്കണു. കണ്ടില്ലേ? വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല. 1.5 മണിക്കൂർ കൊണ്ട് 2 സാധനം എടുത്ത ടീമാണ് ഈ പോണത്. ഇതേ കണ്ടില്ലേ സാധനം മേടിച്ചിറങ്ങിയുള്ളൂ അപ്പം തന്നെ ചുണ്ടിലേറ്റിട്ട് തുടങ്ങി ഗൈസ്. അതിൻ്റെ ഉള്ളിൽ വെച്ചൊരു 3/4 സാധനങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ഇനി അടുത്ത സെയിൻസ്ബറിയിട്ടല്ലേ പോണേ? ഓക്കെ, അടുത്ത് നമ്മൾ സെയിൻസ്ബറിയിട്ടാണ് പോണത്. സൂപ്പർ ട്രക്കിന് 3/4 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇനി സെയിൻസ്ബറിയിട്ട് നമ്മളിനി ഗ്രോസറീസ് മേടിക്കാൻ പോവാണ്. വണ്ടിയുള്ളവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗൈസ്. നമ്മൾ സെയിൻസ്ബറീസ് നിന്നാണ് സാധനം മേടിക്കുന്നത് ഇന്ന്. ചിക്കൻ മേടിക്കാൻ പോകും. അലൻ വളരെ സൈലന്റ് ആയിപ്പോയി. എന്തെങ്കിലും പറയല അലന്റെ ഫാൻസിന് വേണ്ടിട്ട് അങ്ങനെ ആർക്കും ആരും തളർത്താൻ പറ്റില്ല. പക്ഷെ ഉള്ള സപ്പോർട്ട് അലന്റെ ഫാൻസ് ആണ്. അതെ, എനിക്ക് വയ്യ. ആർക്കും അങ്ങനെ ആരും തളർത്താൻ പറ്റില്ല. ചിക്കൻ മേടിക്കുന്നു. അലൻ എഗ്രി ചെയ്തു. അതെ, ഒരു കാലത്ത് അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സാൽമൺ മേടിക്കാൻ പോകണം. വൈഫിന് ഫ്രഷ് ആയിട്ടുള്ള സാൽമൺ കഴിക്കണം എന്നാണ് ആഗ്രഹം. നമ്മളിപ്പോൾ പിടിച്ചോണ്ട് പോകുന്ന സാൽമണാണ്. അയ്യോ, ഒന്ന് പോടോ താനും തൻ്റെ കൂടെ കോമഡി. ചിക്കൻ ഗ്യോസ. എബി ഫ്രൈ. എബി ഫ്രൈ. എബി ഫ്രൈയോ? എബി ഫ്രൈ. ഓ മൈ ഫേവറേറ്റ്. ബട്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഞാൻ എടുക്കില്ല. സംടൈംസ് വി ഹാവ് ടു സേ നോ. വേണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മെഷീൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. ബ്രെഡ് കട്ടിങ് മെഷീൻ. ഇതിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം ബ്രെഡ്. പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. ക്യാരറ്റ്, ഓക്കെ, സ്പിനാച്ച് എത്രയാ? 2 pound. രണ്ടാണോ അതിന് താഴെയുള്ള? അത് ഏത് സ്പിനാച്ച്? അത് വ്യത്യാസമുണ്ട് സ്പിനാച്ച്. ഓ, ഇത് 260 ഗ്രാം. അപ്പോൾ 1.30 സംതിങ്, 1.35. ക്യാബേജ് വേണോ? വൈറ്റ് ക്യാബേജ് ആയിരിക്കും നല്ലത്. കഴിഞ്ഞ നമ്മൾ ഒരു വൈറ്റ് ക്യാബേജ് എടുക്കാം. എടുത്തോ. എന്നാ വെയിറ്റ്. എടുത്തോ. ഒനിയൻ അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു. ക്യൂക്കമ്പർ വേണോ? ഒരെണ്ണം മേടിച്ചോ, ഞാൻ കഴിച്ചോളാം. ബനാന. ഒരെണ്ണം മതി. ഇന്ന് നിറച്ച് സാധനങ്ങളുണ്ട്. സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഇത്രയും പാക്ഡായിട്ട് സാധനങ്ങൾ കാണാറില്ല. ഇന്ന് നല്ല വേണ്ട, ഇന്ന് നല്ല പാക്ഡാണ് സാധനങ്ങൾ. ഒരെണ്ണം എടുക്കാം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വരേണ്ടി വരും. ഞങ്ങളിവിടെ ലാസ്റ്റ് ടൈം വന്നപ്പം ഞങ്ങൾക്കിവിടെ റെഡ്യൂസ്ഡ് പ്രൈസിൽ ചിക്കൻ കിട്ടിയായിരുന്നു. യെസ്,
ഇപ്പോഴും അത് റെഡ്യൂസ്ഡ് പ്രൈസിൽ തന്നെ കിടക്കുന്നു. നമ്മൾ ബില്ലടിക്കാൻ പോവാണ്. നമ്മൾ ഒത്തിരി നേരം കറങ്ങിയാൽ നമ്മൾ ഒത്തിരി സാധനങ്ങൾ മേടിച്ചു പോകും. നല്ല തിരക്കാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് 7 പോണ്ട. നമ്മൾ ഈ ചിക്കൻ റെഡ്യൂസ്ഡ് പ്രൈസാണ് മേടിച്ചത്. ശരിക്കും ഇതിന് 7 പൗണ്ടായിരുന്നു. റെഡ്യൂസ്ഡ് പ്രൈസ് നിന്നുകൊണ്ട് നമ്മളൊരു 3.5 പൗണ്ട് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഫ്രീസർ വെക്കണം. കട്ടിട്ട് ഫ്രീസർ വെക്കണം. നമ്മൾ ഏകദേശം ഒരു 25 പൗണ്ട് നാട്ടിൽ സാധനം മൊത്തം മേടിച്ചിട്ടുണ്ടെന്ന് തോന്നണം. ഏകദേശം ഒരു 23 കൊണ്ടായി. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സെയിൻസ്ബറിൽ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് വേറെ എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടോടാ? ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് ഇനി വീട്ടിൽ ചെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്നാ മേടിക്കണേ? എന്തെങ്കിലും മേടിച്ചോണ്ട് പോകും. നോക്കൂ, എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് പോകുന്നുണ്ട്. വെയിറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും വെയിറ്റ് എന്താണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണിച്ചാണ്. കാരണം ക്യാമറ ഓൺ ആക്കിയോണ്ടാണ്. കണ്ടില്ലേ നോട്ടും. വീഡിയോ ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് കേരളത്തിൽ പോവാണ്. ഏതെങ്കിലും ഒന്നിലോ ഇവിടെ ഇരുന്ന് കഴിക്കണം. നീ മേടിക്കാം. എന്നാൽ എല്ലായിടത്തും സുഖം പോയി. ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഈ സാധനങ്ങളൊക്കെ പിടിച്ചോണ്ടോ അതൊന്നും വീഡിയോ കാട്ടുന്നു. ഡിസ്കഷനാണ് ഗൈസ്, എവിടെ പോണത്. രണ്ടുപേരും ഒന്നിലൊന്നിൽ ഉറയ്ക്കുന്നില്ല. ഒരാളെ ഒരാള് സർസാസ്. ഗൈസ് അവസാനം രണ്ടുമല്ല, ഏതോ ഒരു കടയിൽ ഉള്ളിൽ നല്ല രസമാണ് കാണാൻ. ഇത് ഇന്റീരിയർ ഈസ് വെരി നൈസ്. നമുക്ക് ഗൈസ് വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തം വീഡിയോ തന്നെ സ്വന്തമായിട്ട് വ്യൂസ് ഇങ്ങനെ എന്താ കൂടുന്നുള്ള വിചാരമാണ് എൻ്റെ വൈഫിന്. പക്ഷേ അങ്ങനെ കൂടില്ല എന്നുള്ളത് അറിയില്ലല്ലോ. നമ്മുടെ വീഡിയോക്ക് വ്യൂസ് ഉണ്ട് ഗൈസ്. സോറി ഗൈസ്, വൈഫിൻ്റെ ഫുഡ് വന്നിട്ടില്ല ഗൈസ്. ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തേക്കാം. നമ്മുടെ സ്റ്റൈൽ ബിരിയാണി അല്ല, ഇതൊരു എന്താ ഗരാരി സ്റ്റൈലാണ്. പാകിസ്ഥാനി സ്റ്റൈൽ ബിരിയാണി വന്നു. നമ്മൾ ഭയങ്കര മസാല ചില്ലി ചിക്കൻ ആൻഡ് നൂഡിൽസ് അതല്ലടാ. നല്ല സ്പൈസിയാണ്. നല്ല എരിവുണ്ട് ഗൈസ്. കണ്ടോ, കണ്ണിന്ന് വെള്ളം വരും വന്നിട്ട്. കറി ഉണ്ടോ? കൊണ്ട് സാരിയില്ല. നമ്മൾ പുതിയ പുതിയ ഫ്ലേവർ ടേസ്റ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് നോർമൽ. ഇനിയിപ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റത്തുള്ളൂ. ആണ് മലായി ചിക്കൻ പ്ലാറ്റർ. ഇതിൻ്റെ കണ്ടോ, ഞങ്ങളുടെ മെയിൻ പ്രൊഫഷണൽ ടേസ്റ്റർ കാണിച്ചിരുന്നതാണ് എങ്ങനെ കഴിക്കേണ്ടതെന്ന്.
നമ്മൾ കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബേസ് കൊടുക്കുക. തറ പണതു, ദെൻ ഒനിയൻസ് വിത്ത് മീൻ ചട്നി. കമ്പി വാർത്തു. അഴിച്ചാക്കി വീഡിയോ. ഒരു കല്ല് കയറ്റി വെച്ചു. എടുത്താണ് ചീറാക്കത്. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, ഇതാണോ ഉള്ളതിൽ ഏറ്റവും നല്ലത്? ഇതായിരുന്നു ഏറ്റവും അടിപൊളി സാധനം. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, ഈ ചപ്പാത്തി നല്ലതാണ്. ചപ്പാത്തി അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാം കൊള്ളാം. ഷെഫിന്റെ വർക്കൊക്കെ നമുക്ക് കാത്തിരിക്കാം. മേടിച്ചതിൽ ഏറ്റവും നല്ലത് ഇത് തന്നെയായിരുന്നു. ഞാനാണത് ചൂസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ക്രെഡിറ്റ് നമ്മളവിടെ പോയി. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇഗ്നൈസ്? റേറ്റിംഗ് കൊടുക്കും 10 out of full completely. കംപ്ലീറ്റ്ലി 10 out of ഒരു 6.5 7 പറ്റത്തുള്ളൂ. കാരണം അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ഗ്രോസറി സാധനങ്ങളും കഴിക്കുന്ന വേണ്ട സാധനങ്ങൾ മേടിച്ചു. പിന്നെ നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഫുഡും കഴിച്ചു. ഈ വീട്ടിൽ ചെന്ന് കുറച്ച് കുക്കിങ്ങിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ വൈഫിന് ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ വൈഫിന് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.